നിധിയോട് അച്ഛൻ ചോദിക്കും, നിന്നെ വന്ന് കണ്ടുപോയിട്ട് അവരുടെ അഭിപ്രായം എന്താന്ന് നീ ചോദിച്ചില്ലല്ലോ. നിധി ചോദിക്കും, ഞാനെന്തിനത് ചോദിക്കണം. അമ്മ ചോദിക്കും, അവരെന്താ പറഞ്ഞത്. അച്ഛൻ വലിയ സന്തോഷത്തോടെ പറയാണ്, അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന്. നിധി പറയും, എനിക്ക് അവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷെ അച്ഛൻ വിടില്ല. അച്ഛൻ ഇങ്ങനെ പറയും, "അത് നല്ല ചെക്കനാണ്, ഞാൻ അവരെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചു." പക്ഷെ അവരൊക്കെ പറഞ്ഞിട്ട് നിധി അതിനെങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുക. അച്ഛൻ പറയും, അവന് ലീവ് കുറവാണ്, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, അതുകൊണ്ട് ഈ മാസം തന്നെ കല്യാണം നടത്തണമെന്ന്. ഇത് കേട്ടിട്ട് ചേച്ചി ചോദിച്ചും, ഇത്ര പെട്ടെന്നോ? അപ്പോൾ ചേട്ടൻ പറയും, അതെ, അവനെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, ഇനി ഈ അടുത്ത് ലീവൊന്നും കിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഇത് കേട്ടിട്ട് നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി ചോദിക്കും, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചത്? അച്ഛൻ ചോദിക്കും, ആരോടാ മോളെ ചോദിക്കണ്ടേ? നിധി പറയും, എന്നോട് ചോദിക്കണം. അച്ഛൻ പറയും, നീ കുഞ്ഞല്ലേ മോളെ, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും തീരുമാനമെടുക്കാൻ നിനക്ക് പറ്റില്ല. അമ്മയും ഏട്ടനും അച്ഛനൊക്കെ കല്യാണം നടത്തുന്നതിനെ പറ്റി ഇങ്ങനെ വാചാലമായിക്കൊണ്ടിരിക്കുക. അവർ പോയി കഴിയുമ്പോൾ നിധി ഏട്ടത്തിയോട് ചോദിക്കും, എന്തൊക്കെ ഏട്ടത്തി ഈ വീട്ടിൽ നടക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമില്ലേ? ഏട്ടത്തി പറയും, ഇവരാദ്യമേ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചതാ, അതാ പെട്ടെന്ന് കല്യാണം ഫിക്സ് ചെയ്തത്. നിധി പറയും, എന്തായാലും ഞാനിതിന് സമ്മതിക്കാൻ പോകണില്ല എന്ന്. അത്രയ്ക്ക് അഹങ്കാരി അവൻ. ഒരു പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അവനറിയില്ല. സുഭാഷ് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്നിട്ട് പെണ്ണ് സുഭാഷിനെ ഇങ്ങനെ വിളിക്കുകയാണ്. സുഭാഷ് ചോദിക്കും, നീ ഇപ്പം എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അവൾ പറയും, എൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്കങ്ങനെ സമയമൊക്കെ നോക്കണമെന്ന് ചോദിക്കും. സുഭാഷ് ഏട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് ഈ ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെടുന്നത്? പോത്തുപോലെ വളർന്ന അനിയന്മാരുണ്ടല്ലോ. സുഭാഷ് പറയും, നിർത്തിക്കോ, ഈ വർത്താനായിട്ട് ഇനി ഇവിടെ നിന്നാ കയ്യിൽ മുളകരച്ചതാ, മറക്കണ്ട. അവൾ പറയും, ഓ, അനിയന്മാരെ പറ്റി പറയാൻ പാടില്ലല്ലോ. സുഭാഷ് പറയും, അതെ, പറയണ്ട, അതിനുള്ള അവകാശം എന്തായാലും നിനക്കില്ല. അവൾ പറയും, ഞാൻ കൊലായിലുണ്ടാവും, ഒരു കാര്യം ചോദിക്കാൻ വന്നാ, അത് ചോദിച്ചിട്ട് ഞാനങ്ങ് പോകുമെന്ന് പറയും. സുഭാഷ് ചോദിക്കും, നീ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ? അച്ഛനും അമ്മയൊന്നും വീട്ടിലില്ലേ? അവൾ പറയും, പ്രായപൂർത്തിയായ പെണ്ണാ ഞാൻ, എൻ്റെ കാര്യങ്ങളെ ഇനി ഞാൻ തീരുമാനിച്ചോളാം. സുഭാഷ് പറയും, ആ, അമ്മ വരുമ്പോഴും നീ ഇത് തന്നെ പറയണം, നിനക്കെന്താ പറയാനുള്ളതെന്ന് ചോദിക്കും. അവളേക്കും, അതെ, പെണ്ണ് കാണാൻ പോയിരുന്നോ? സുഭാഷ് ആന്ന് പറയുമ്പോൾ അവളേക്കും, എന്താ കല്യാണം നടക്കുമോ? അവരെന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. സുഭാഷ് പറയും, ആ, അറിയില്ല. ആ സമയത്ത് അതുവഴി സാധനം വാങ്ങി പോകുന്ന അവളുടെ അമ്മ അവളെ കാണുകയാണ് അവിടെ. അവൾ സുഭാഷിനോട് പറയും, നമ്മുടെ വീട്ടുകാർ തമ്മിൽ വഴക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുഭാഷ് ഏട്ടൻ പെണ്ണ് കാണാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അവളുടെ അമ്മ ഇത് കണ്ടിട്ട് വന്നിട്ട് ചൂടാവുകയാണ്. എന്നിട്ട് കയ്യിലുള്ള സാധനം എടുത്ത് അവളുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് ഒരു വടി എടുത്തിട്ട് അവളെ അടിക്കും. എന്നിട്ട് പറയും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുത്, ഇവരോടൊന്നും മിണ്ടരുതെന്നൊക്കെ. സുഭാഷ് പറയും, അവളെ അടിക്കില്ലേന്ന് പറയും. ഇത് കേട്ടിട്ട് അവളുടെ അമ്മ വയ്ക്കും, അത് പറയാം, നീ ആരാടാ? നാട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നീ എൻ്റെ മകളെ മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചോ? അവൻ പറയും, അമ്മായി അങ്ങനെയൊന്നുമല്ല. അവരേക്കും, ആരാടാ നിൻ്റെ അമ്മായി? നിൻ്റെ അച്ഛനായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ആ വിളി നിർത്തിക്കോളാൻ പറഞ്ഞതാ, ഇനി പഴയ ബന്ധമൊന്നുമില്ല, കേട്ടല്ലോ. എൻ്റെ മോളെ വിളിച്ചവൻ വീട്ടിൽ കയറ്റിയിരിക്കുന്നു. അവൾ പറയും, ഞാനാ ഇങ്ങോട്ട് കയറി വന്ന്, സുഭാഷേട്ടൻ വിളിച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക്, അയ്യടാ സുഭാഷേട്ടൻ, ആരാടി നിൻ്റെ സുഭാഷേട്ടൻ? കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും, വീട്ടിൽ പോകാൻ നോക്കടി. മേലിൽ നീ എൻ്റെ മകളുമായിട്ട് സംസാരിക്കരുത്. ഞാൻ കണ്ടത് പോട്ടെ, ഇവളുടെ അച്ഛനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അറിയായിരുന്നല്ലോ. ഞങ്ങളെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ. അവളോട് അമ്മ പറയും, അപശകുനം പിടിച്ച വീടായത്, 4-5 ആണുങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു നരകം. അതിനകത്തേക്ക് ഇനി നീ കൂടി കാലെടുത്ത് വെച്ചാൽ ആ കാല് ഞാൻ വെട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. സുഭാഷിന് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ വിഷമാവും. ഹരീഷ് ബൈക്കിൽ വരുമ്പോൾ അവളുടെ അമ്മ അടിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഹരീഷ് ഇങ്ങനെ ഒരു ദയനീയ ഭാവത്തിൽ സുഭാഷിനെ ഇങ്ങനെ നോക്കും. നിധി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മ ഒരു ഗ്ലാസ് പപ്പാ ജ്യൂസ് ആയിട്ട് ചെല്ലും. മോളെ ഇത് കുടിക്കുമെന്ന് പറയും. നിധി പറയും, എനിക്ക് വേണ്ടാന്ന് പറയും. അമ്മ പറയും, അത് പറ്റില്ല, നിനക്ക് എല്ലാ ദിവസവും പപ്പാ ജ്യൂസ് തരണമെന്ന് അച്ഛൻ്റെ ഓർഡറാ. കല്യാണം ആകുമ്പോഴേക്കും സ്കിന്നൊക്കെ നല്ല തിളക്കത്തോടെ നിൽക്കണ്ടേ. നിധി പറയും, എനിക്ക് പപ്പായ ജ്യൂസ് ഇഷ്ടമല്ലാന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അച്ഛൻ വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്നിട്ട് ആ പപ്പായ ജ്യൂസ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് കുടിച്ചിട്ട് പറയും, ആ, ഇത് നല്ല മധുരം ഉണ്ടല്ലോ, കുടിക്കും മോളേന്ന് പറയും. നിധി പറയും, എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല അച്ഛാ. അച്ഛൻ പറയും, ചെറുപ്പത്തിൽ നിനക്ക് ചോറ് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, അമ്മ തന്നാൽ നീ കഴിക്കില്ലായിരുന്നു, ഞാൻ വരുന്നത് വരെ പട്ടിണി കിടക്കും, ഞാൻ വന്നിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞ് അമ്പിളിമാമനെയൊക്കെ കാണിച്ച് നിനക്ക് ചോറ് തരും. കാര്യം എന്താ, നീ പട്ടിണി കിടന്നാൽ അത് അച്ഛന് താങ്ങാൻ കഴിയില്ല മോളെ. അത് കേൾക്കുമ്പോൾ നിധി അത് വാങ്ങി കുടിക്കും. അച്ഛൻ അവിടുന്ന് എണീറ്റ് പോകാൻ നേരത്ത് നിധി കരയാണ്. എന്നിട്ട് കയ്യിൽ പിടിക്കും. അച്ഛാ, അച്ഛന് ഈ കുടുംബത്തിൽ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്നല്ലേ പറയാറ്? അച്ഛൻ ചോദിക്കും, അതിലെന്താ എത്ര സംശയം? പിന്നെന്തിനാ അച്ഛൻ എന്നെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്നത്? അതും ഇഷ്ടം കൊണ്ട് തന്നെ മോളെ, മകളുടെ ഭാവി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു, ഒരു ഇഷ്ടം കൊണ്ടാണ്. അവിടെ പോയാലും ഞങ്ങളിടയ്ക്ക് അങ്ങോട്ട് വരില്ലേ? നിധി പറയും, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്നൊക്കെ പറയും. അച്ഛൻ പറയും, നാളെ മുതലേ അവരുടെ കൂടെ നിൽക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡി ആയിക്കോളും. നിധി ചോദിക്കും, നാളെ മുതലോ? അച്ഛനും അമ്മയും പറയും, ഡ്രസ്സ് എടുക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അച്ഛൻ പറയും, അവർക്ക് അവരുടെ ഒരു വീടുണ്ട്, അവിടെ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തി ജോളിയായിട്ട് ഇങ്ങനെ തിരിച്ചു പോവാം. അപ്പോഴേക്കും ഞാൻ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാം. നിധി ചോദിക്കും, ഇത്രത്തോളം എത്തിയ കാര്യങ്ങൾ? നിധി അതിനെ എതിർത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ തടയും. അച്ഛൻ പറയും, ഒരു തവണയൊന്നും ഒരാളോട് സംസാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല മോളെ, നീ അവിടെ ചെന്നിട്ട് അവരുമായിട്ട് ഇടപഴക്. നീ തിരിച്ചു വരുമ്പോൾ
നീ പറഞ്ഞതൊക്കെ മാറ്റി പറയും. സുഭാഷ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങോട്ട് വരും. സുഭാഷ് അടുക്കളയിലേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ ഇരുന്ന കറി മുഴുവൻ എടുത്ത് അച്ഛൻ ചോറ് കഴിക്കുകയാണ്. സുഭാഷയ്ക്ക് ഒരു മര്യാദയ്ക്ക് വേണ്ട അച്ഛാ. ഇനി പിള്ളേർ വരുമ്പോൾ ഞാൻ അവർക്ക് എന്തെടുത്ത് കൊടുക്കും? സുഭാഷ് അനിയനോട് പറയും, നീ പോയി കഴിക്കുമെന്ന് പറയും. അവൻ പറയും, സുധിയേട്ടനും ഹരീഷേട്ടനൊക്കെ വന്നോട്ടെ, എന്നിട്ട് ഞാൻ കഴിക്കാമെന്ന് പറയും. സുഭാഷ് പറയും, അപ്പോഴത്തേക്ക് അച്ഛൻ ചോറ് തീർക്കുമെന്ന് പറയും. അവൻ പിന്നെ പെണ്ണ് കാണാൻ പോയതിനെ പറ്റി പറയും. ആ പെൺകുട്ടിക്ക് ചേട്ടനെ ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. പക്ഷേ അടുക്കളയിൽ കയറിയുള്ള പെർഫോമൻസ് അത് വർക്കായെന്നാണ് സംശയം. സുഭാഷ് പക്ഷേ അതിന് മറുപടി ഒന്നും പറയില്ല. നീ പോയി കഴിക്കാൻ നോക്ക്, അവർ വരുമ്പോഴേക്കും വൈകുമെന്ന് പറഞ്ഞ് സുഭാഷ് പോകും. നിധിയുടെ അച്ഛനും ഏട്ടനും കൂടി നാളത്തെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാണ്. അമ്മ പറയും, ഡ്രസ്സ് എടുക്കലൊക്കെ ഓക്കെ, പക്ഷേ അവരുടെ വീട്ടിൽ നിൽക്കുന്നത് അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. നിധിയുടെ ഏട്ടൻ പറയും, ഞാൻ പറഞ്ഞതാ ഹോട്ടലിൽ നിൽക്കാമെന്ന്, അവർ സമ്മതിക്കണ്ടേ? അച്ഛൻ പറയും, സാരമില്ല, അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. സാന്ദ്രയുടെ അച്ഛൻ പറയും, ചെറുക്കനും നിധിക്കും പരമാവധി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോഴത്തെ അകൽച്ചയും ഭയമൊക്കെ കുറച്ച് സംസാരിക്കുമ്പോൾ മാറിക്കിട്ടും. സാന്ദ്ര പറയും, അവൾക്ക് കൂടുതൽ വിഷമം അവളുടെ പഠിപ്പ് മുടങ്ങി പോകുന്നതില്ല. അച്ഛൻ പറയും, കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ അടിച്ചു പൊളിച്ച് നടക്കേണ്ട അവൾ ഇവളെന്തിനാണാവോ പഠിപ്പ് ജോലി എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുന്നത്? അമ്മ പറയാം, അതെ, ഡിഗ്രി കഴിഞ്ഞതാ ഞാൻ, ജോലിക്ക് പോയിട്ടുണ്ടോ? എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാ സാന്ദ്ര, അവൾ പോയിട്ടുണ്ടോ? ഇവൾക്ക് മാത്രം എന്താ ജോലി ചെയ്ത് കഷ്ടപ്പെടണമെന്നൊരു തോന്നല്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിധി റൂമിൽ കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് അച്ഛനോട് സംസാരിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യാണ്. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നൊക്കെ. അവൾ എത്ര പറഞ്ഞിട്ടും അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. കരഞ്ഞ് കാല് പിടിച്ചാലോ, പ്ലീസ് അച്ഛാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ശരിയാവില്ല. ഏറ്റവും നല്ലത് സൂര്യയോട് തന്നെ പറയുന്നതല്ലേ? സൂപ്പർ, അതാണ് ഏറ്റവും നല്ല ഐഡിയ.